ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എന്നാണ് വിശേഷം? നമ്മളിന്ന് രാവിലെ മുതൽ പറമ്പിൽ ഓരോ പണികളായിരുന്നു. മെയിനായിട്ടും കാട് വെട്ടായിരുന്നു. പറമ്പ് മുഴുവനും കള കയറി കിടക്കുക. അപ്പം നമുക്ക് കാട് വെട്ടുന്ന മെഷീനുണ്ട്. അപ്പം ചേട്ടനെ അവധിക്ക് വരുമ്പോഴാണ് ഇത് വെട്ടുന്നത്. പിന്നെ എനിക്ക് വേറൊരു പണി തന്നു. ചെറിയ സുഗന്ധം മുറുക്കാനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുതരം പാക്കാണ്. നമുക്ക് 2-3 കമുക് അതിൻ്റെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം നിറയെ ചേട്ടൻ പറമ്പ് ചെന്നപ്പം കണ്ട് എന്നോട് പറഞ്ഞു, ഒരെണ്ണം നിറയെ പഴുത്ത് നിൽക്കുവാണ്. അപ്പോൾ അത് പറിക്കാൻ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ എന്നാൽ വിചാരിച്ചു, ഇന്ന് രാവിലെ വെട്ടിയ ദിവസമായിരുന്നു. അപ്പോൾ പാലൊക്കെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്നാൽ ഇത് പറിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറമ്പിലോട്ട് വന്നായിരുന്നേ. അപ്പം നമുക്ക് കുഞ്ഞുമരം എന്ന് വെച്ചാൽ ഹൈറ്റ് ഉണ്ട്, വലിയ വണ്ണമൊന്നും ഉള്ള തടിയല്ല. ഇതാ ഈ സാധനം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരും കാണുമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമുക്കിത് 2-3 ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ മിക്കവാറും ഇത് പഴുത്തങ്ങ് പോവാറാണ് പതിവ്. ഇല്ലെങ്കിൽ കിളികൾ കൊത്തിയും പിന്നെ പഴുത്തും അങ്ങ് പോവേ. പറിക്കാൻ കിട്ടാറില്ല. ചിലപ്പം ശ്രദ്ധിക്കാറില്ല. പറമ്പിലേക്ക് ചിലപ്പം ഇടയ്ക്ക് ഇറങ്ങിയില്ലെങ്കിൽ പഴുത്തങ്ങ് പോയി കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. ഇപ്രാവശ്യം പിന്നെ ചേട്ടൻ പറമ്പിലിറങ്ങിയപ്പോൾ കണ്ടു. അപ്പം ഞാനെന്നാൽ എന്നോട് പറഞ്ഞത് പറിക്കാൻ. ചേട്ടൻ പുല്ല് വെട്ടുമായിരുന്നേ. അന്നേരം പണിയല്ലേ, അപ്പം ഞാൻ എന്നാൽ സഹായിച്ചേക്കാന്ന് ഓർത്തുകൊണ്ട് പറിക്കാൻ വേണ്ടി കയറുന്നത്. അപ്പോൾ കൈ കൊണ്ട് അടർത്തിയെടുക്കാൻ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഓർത്തുനിന്ന് കട്ടർ വെച്ച് കുറേശ്ശെ കട്ട് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടാവേ. ഞാനിങ്ങനെ ഡെയിലി ഓരോന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് ഒരു വീഡിയോ പിടിക്കാൻ ഒരു കൂട്ടാളി ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ടും. ഞാൻ തന്നെയായി എടുക്കുമ്പം വീഡിയോസും പിടിക്കുന്നത്. അപ്പോൾ ഭയങ്കര പാടാണ്. വീഡിയോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും വീഡിയോയും കൂടി പിടിക്കുമ്പോഴേ നടക്കത്തില്ല. ഇത് പിന്നെ കുറേ എണ്ണം നിലത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം ഞങ്ങൾ പെറുക്കിയെടുത്തു. കുറേ നേരത്തെ പഴുത്ത് വീണ് കിടക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പെറുക്കിയെടുത്ത് ഇനി ഇത് കൊണ്ടുപോയി ഇത് മുഴുവനും നമ്മൾ അടർത്തി മാറ്റണം. അടർത്തി മാറ്റിയിട്ട് നമ്മൾ ഉണക്കാൻ വെക്കുവേ. ഇത് ഉണങ്ങിയാൽ കുറച്ചേ ഉള്ളൂ, ചെറിയ കായാണ് ഇത്. പക്ഷേ കിലോയ്ക്ക് നല്ല വിലയുണ്ട് കേട്ടോ. സാധാരണ മിക്കവാറും ഇവിടെ ഉണ്ടായപ്പോഴെല്ലാം അങ്ങ് പോകാറാണ് പതിവ്. ഇടയ്ക്ക് മാത്രമേ നമ്മളത് കിട്ടത്തുള്ളൂ നന്നായിട്ട്. അപ്പം ഞാനിതെല്ലാം പറിച്ചു. എന്നാൽ ശരി, ഞാനിത് കൊണ്ടുപോയി എന്നാൽ അടർത്തി ഉണക്കാനിടാമെന്നും പറഞ്ഞ് പോവുമായിരുന്നു. ചേട്ടൻ അന്നേരം പുല്ല് വെട്ടിയിട്ട് ബാക്കി പിന്നെ കയറി വരാമല്ലോ എന്ന് ഓർത്തു. ഞാൻ പിന്നെ അത് കൊണ്ടുവന്ന് അത് മുഴുവൻ അടർത്തി ഓരോന്നോരോന്നായിട്ട് അടർത്തിയിട്ട് നമ്മൾ ഉണക്കുന്നത്. വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ഉണക്കുമ്പോൾ ഇത് ഉണക്കി കഴിയുമ്പോൾ ഇത്തിരിയേ കാണുള്ളേ, ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും കാണത്തില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ പറിക്കാനങ്ങ് വിടുന്നത്. കാരണം നമുക്കുള്ള മരത്തേലെല്ലാം പഴുത്ത് നിറയെ നിൽക്കുവാണെങ്കിലും നമുക്ക് ഇച്ചിരി വിൽക്കാനൊക്കെ കിട്ടുവേ. ഇല്ലെങ്കിൽ ഇത് വിറ്റാലും നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതങ്ങ് പോട്ടെ, പറിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെന്താ, അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും കാണുമ്പം ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.